ശ്രീല മാം നമസ്തേ. നമസ്തേ. കൃഷ്ണഭക്തയുടെ ഉഡായിപ്പുകൾ ഓരോ ദിവസവും അത്തരം വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് സിനിമാ നടികൾ തിരിഞ്ഞ് നടന്നു വരുന്നത് പോലെ നടന്നു വരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത്, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ക്യാമറാമാനെയും കൂടെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഏത് അമ്പലത്തിൽ, കൃഷ്ണന്റെ ഏത് അമ്പലത്തിൽ പോയാലും അവിടെയൊക്കെ ക്യാമറാമാൻ കൂടെ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നുണ്ട്. അവർ ഒരു മതത്തെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോട്ടെ, മറ്റു ചിലർ പറയുന്നു അവരുടെ കച്ചവടമാണത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപജീവന മാർഗം, കൃഷ്ണനെ വിറ്റാണ് ഉപജീവന മാർഗം നടത്തുന്നതെങ്കിൽ അത് നടത്തിക്കോളൂ. പക്ഷെ അത് സമൂഹത്തിലെ പലതിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിൽ കുറച്ചുപേർ ഇതിനെ ഇത്ര ശക്തമായി ഈ കൃഷ്ണഭക്തയുടെ ഉഡായിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ എതിർക്കുന്നത്? ധന്യെ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ പല ഇന്റർവ്യൂകളും പല വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു. ഇതിൽ എവിടെയെങ്കിലും ഇവർ പറയുന്നുണ്ടോ കൃഷ്ണനെ അവർ ആരാധിക്കുന്നുണ്ട്, അവർക്ക് കൃഷ്ണനോട് ഭക്തി ഉണ്ടെന്ന് അവർ പറയുന്നില്ല. കൃഷ്ണൻ ആരാണ്, കൃഷ്ണ ഭഗവാൻ എന്ന് പോലും അവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. കണ്ണൻ 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 എന്നാണ് പറയുന്നത്. കൃഷ്ണൻ ഒരുപാട് പേരുകൾ വേറെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ കൃഷ്ണഭക്തി കപടമാണ് എന്നാണ്. ഇപ്പൊ നമുക്ക് വാദത്തിന് വേണ്ടി പറയാം, ആർക്കും ആരുടെയും ഭക്തി അളക്കാൻ കഴിയില്ല. അവരെന്ത് ഭക്തി കൊണ്ടാണ് ക്ഷേത്രത്തിലെത്തുന്നത് എന്നാണ് ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നത്? അവർ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്രത്തിലെത്തി തൊഴാറുണ്ടോ? ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ എത്തുകയും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെത്തുകയും ചെയ്തുകൊണ്ട് അവിടെ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ റീൽസ് രൂപത്തിലാക്കി തലയിൽ തട്ടമിട്ടുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും പോകുമ്പോൾ അവർക്ക് തട്ടത്തിന്റെ ആവശ്യമില്ല. അവർ ഒരുപാട് ഫോട്ടോസ് അവരുടെ പുറത്തു വരുന്നുണ്ട്. ബാക്കി ഒരു സമയത്തും തട്ടമിടാത്ത സ്ത്രീ ക്ഷേത്രനടയിലേക്ക് എത്തുമ്പോൾ തട്ടമിട്ടുകൊണ്ട് ആ ക്ഷേത്രനടയിൽ ഇങ്ങനെ വന്ന് വടി പോലെ നിൽക്കുകയാണ്. ഈ പറയപ്പെടുന്ന വീഡിയോ ഞാനും കണ്ടു. ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ അതിന്റെ വിഗ്രഹം കാണുന്ന രീതിയിൽ അവിടെ പോയി നിന്നുകൊണ്ട് അവിടുത്തെ വിഗ്രഹത്തിൻ്റെതടക്കമുള്ള ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് അവർ നടന്നു വരികയാണ്. അവർ പോകുമ്പോൾ മറ്റാരും അവരുടെ പിറകിലുണ്ട്. അവരുടെ പുറകും മുമ്പ് കാണുന്ന ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോകളും ചിത്രീകരിച്ചുകൊണ്ട് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു കൃഷ്ണഭക്ത എന്ന മാർക്കറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ അവർ ഉഡായിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് അവരുടെ ബിസിനസ് പ്രൊമോഷനും ആക്ടിവിറ്റീസും എല്ലാം. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എതിർക്കുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് ഗുരുവായൂർ. ഒന്ന്, കേന്ദ്ര ഇന്റലിജൻസിന്റെ അടക്കമുള്ള നേരത്തെയുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഈ ക്ഷേത്രത്തിന് ത്രട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത്തരം ഒരു ക്ഷേത്രത്തിലേക്ക്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെത്തുന്ന ഗുരുവായൂർ, ശബരിമല, ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് പല രീതിയിലുള്ള ത്രട്ടുകളുമുള്ള ക്ഷേത്രങ്ങളാണ്. അത്തരത്തിലൊരു ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് ഇവർ വന്നുകൊണ്ട് അവിടുത്തെ വിഗ്രഹം, അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ചുറ്റുവട്ടത്ത് വന്ന് നിന്ന് അതിന്റെ ഒരു പരിസരം വീക്ഷിച്ച് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അവിടെ ആര് കയറി എന്ത് കാണിച്ചാലും ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ 2-3 വീഡിയോ കണ്ടു. ചെറിയ ഏതോ കുട്ടികളെ ഉണ്ണിക്കണ്ണന്മാരാക്കി ഒരുക്കിക്കൊണ്ടുവരുന്ന ഏതോ ദിവസമാണെന്നറിയില്ല. ആ ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികളെ ഓടിച്ചിട്ട് കളിക്കുന്ന, അതായത് ആ കുട്ടിയുടെ പുറകെ ഇവരിങ്ങനെ ഓടി വീഡിയോ എടുക്കുകയാണ്. ആ കുട്ടികളെ, കൃഷ്ണ വേഷധാരികളായ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പുറകിൽ കടന്ന് ഓടിക്കളിക്കുകയാണ്. 35 വയസ്സിലധികം പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഒരു ക്ഷേത്രനടയിൽ. അതും അവർ പറയുന്നവർ കൃഷ്ണഭക്തയാണെങ്കിൽ അവർക്ക് ആചാരങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അവർ കരഞ്ഞു മെഴുകി ബഹളം വെച്ച് പറയുന്നത്, എന്നെ ക്ഷമിക്കണം, എനിക്ക് ക്ഷേത്രാചാരങ്ങളെ പറ്റി അറിയില്ല, ക്ഷേത്രത്തെ പറ്റി അറിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ധന്യെ, കഴിഞ്ഞ 10 വർഷം ഞാൻ കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന്. അവര് പിടിച്ചില്ലെങ്കിൽ അവരെ ആരെങ്കിലും വിളിച്ചിരുന്നോ കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ? അല്ല, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവർ പടം വരച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും പടത്തിൽ. ആ പടം അവർ വരച്ചു പിടിച്ചത് എന്തിനാണ്? അവർക്ക് കൃഷ്ണഭക്തി മാർക്കറ്റ് ചെയ്യാനാണ്, ആ ഫോട്ടോ മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രമാണ്. ഇതിലൊക്കെ അപകടകരമായ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇവർക്ക് 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഈ സ്ത്രീ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. അവർ പറയുന്നു, കണ്ണനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കണ്ണനെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആളാണ് എന്നാണ് അവർ പറയുന്നത്. ആ ആൾ പിന്നീട് കൃഷ്ണഭക്തിയായി തീർന്നു എന്നാണ് അവരുടെ അവകാശവാദം. ഏതായാലും ഈ അവകാശവാദങ്ങളെല്ലാം ശരിയല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവർ ആ നടയിൽ കൊണ്ടുപോയി കേക്ക് മുറിച്ചതും ആ ക്ഷേത്രത്തിന്റെ പരിപാവനമായ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതും. അതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ സ്ത്രീയുടെ
പിറകിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഈ സ്ത്രീ ഗുരുവായൂരിലേക്ക് വന്നതിന്റെ പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ആദ്യഘട്ടം മുതൽ, അതായത് 2016 അവർ അവരുടെ ഒരു സുഹൃത്തിന്റെ സ്ഥാപനത്തിൽ, ആ സുഹൃത്തിന്റെ സ്ഥാപനത്തിൽ വെച്ച് കൃഷ്ണനെ വരയ്ക്കാൻ വേണ്ടി മാത്രം അവരെ ഒരാൾ ട്രെയിൻ ചെയ്യുകയും ഗുരുവായൂരിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. നമ്മൾ പറയുന്നു എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്ന് പറയുന്നവരാണ് ഈ ഒരു സ്ത്രീ ഇവിടെ വന്ന്. കാരണം ഇത്തരം സ്ത്രീകളെ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം അവരുടെ കുഴച്ചിലും കൊഞ്ചലും ആണുങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവർ. സ്ത്രീകൾക്കായിരിക്കും ഒരു പക്ഷേ ഇത് കാണുമ്പോൾ ഒരു അസ്വാരസ്യത തോന്നുന്നത്. കാരണം ഒരു 10-35 വയസ്സുള്ള ഒരു സ്ത്രീ, 2 കുട്ടികൾ, അവരുടെ മൂത്ത മകൻ എനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത്രയും പ്രായമുള്ള ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ വന്ന് കൊഞ്ചുകയും കുഴയുകയും സമൂഹത്തിൽ വന്നു കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുകയും ഇങ്ങനെ ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർക്ക്, ഞാൻ പറയുന്നത്, ഇപ്പോഴും അവർക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ചില വേരുകളുണ്ട്. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ മുന്നിലേക്ക് ഈ വാർത്ത വരുമ്പോൾ, ഈ വിഷയങ്ങൾ എന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ എനിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഞാൻ അറക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാക്കാൻ പോകുന്ന വേര് ഹിന്ദു സമൂഹത്തിലേക്ക് ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു വൃക്ഷത്തെയാണ് ഞാൻ പിഴുതെറിയാനോ അല്ലെങ്കിൽ ഒന്ന് കടമുഴക്കാനോ ശ്രമിക്കുന്നതെന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന് കാരണം കേരളീയ പൊതുസമൂഹത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഇമേജാണ്. ഞാൻ പറയട്ടെ, കേരളത്തിലെ പൊതുസമൂഹത്തിലെ കൊയിലാണ്ടിയിലോ കോഴിക്കോടോ താമരശ്ശേരിയിലോ ഒക്കെ ചെന്ന് അന്വേഷിച്ചാൽ ഇവർ ആരാണെന്ന് വ്യക്തമാകും. അത് ഒന്നും വേണ്ടല്ലോ, ഞാൻ ഉത്തരവാദിത്വത്തോടെ പറയുകയല്ലേ. നിങ്ങൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷന്റെ ഫോൺ നമ്പർ നോക്കിയാൽ ഗൂഗിളിൽ കിട്ടും. ആ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ച് അവരെ കുറിച്ച് അന്വേഷിക്കൂ. അവരെന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്നത് വ്യക്തമായും ബോധ്യമാവില്ലേ? എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നമ്മളെ ചേർത്ത് വെച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവര് കൃഷ്ണനെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ കൃഷ്ണനെ വച്ചുകൊണ്ട്, അതായത് കൃഷ്ണന്റെ പടങ്ങൾ ചെയ്തും കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ പോയും ഒക്കെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇതിന് പിന്നിൽ? പെട്ടെന്ന് ഇവർക്ക് ഹിന്ദു സമൂഹത്തോടൊരു സ്നേഹം വരാൻ, കൃഷ്ണനോടൊരു സ്നേഹം വരാനും, കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ശ്രീല മാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഒരു ഹിന്ദുവിന്റെ അമ്പലത്തിൽ വന്നിട്ടോ ഒരു ഹിന്ദുവിന്റെ ദൈവത്തെ വരച്ചിട്ടോ ഇവരുടെ സംഘടനയിലുള്ള ആരും തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ അല്ല പലതിലും കണ്ടിട്ടുള്ളത്. പല പ്രതികരണങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വ്യക്തമായ എന്തോ ഉദ്ദേശം ഇവർക്കില്ലേ? തീർച്ചയായും ഉണ്ട് ധന്യ, കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ പറയാം, ജാമിദ ടീച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ജാമിദ ടീച്ചറിനെ അടക്കം അവരെ എന്തുമാത്രം അധിക്ഷേപമാണ് ഇസ്ലാം സമൂഹം അവർക്കെതിരെ വലിച്ചെറിയുന്നത്. അതുപോലെ തന്നെ എത്രമാത്രം അധിക്ഷേപമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ജാമിദ ടീച്ചറിന്റെ അമ്മയെ പോലും പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നാണ്. ഈ സ്ത്രീക്ക് പള്ളിയില്ല. ഈ സ്ത്രീക്ക് ആരാണ് ഈ സ്ത്രീയുടെ മകളെ പീഡിപ്പിച്ച ഉസ്താദ് എന്നവർ ആ മദ്രസയുടെ പേര് പറയുന്നില്ല. ഇവർ വളരെ തന്ത്രപരമായി എല്ലാ കാര്യത്തെയും സമീപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓഡിയോ കേൾക്കാനിടയായി. അവരോട് ആരോ ഒരാൾ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലുകാരൻ സംസാരിക്കുന്നു. അതിൽ അയാൾ പറയുന്നു, BJP-ക്കാരാണ് എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എത്തിച്ചു തന്നത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ BJP-ക്കാരായിരിക്കാം, കോൺഗ്രസ്സുകാരായിരിക്കാം, യൂത്ത് കോൺഗ്രസ്സുകാരായിരിക്കാം, ആരെങ്കിലും ആയിക്കോട്ടെ. ആരായാലും ഇവർ ഫ്രോഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് BJP-ക്കാർ തന്നു എന്ന് അയാൾ എടുത്തെടുത്ത് പറയുകയും നിന്നെ BJP-ക്കാർ ഒരു ദിവസം ചവിട്ടി പുറത്തിടുകയും ചെയ്യുമെന്ന് പറയുന്നു. അതൊരു പക്ഷെ അയാളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവാം. കാരണം ഇത്തരത്തിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് പുറത്തറിയുമ്പോൾ നിങ്ങളെ അവർ പുറത്താക്കും എന്ന ധ്വനിയാകാം അതിനകത്ത്. അതിൽ അവർ പറയുന്ന മറുപടി കേൾക്കണം. ആ മറുപടിയിൽ അവർ പറയുന്നത്, ഞാൻ തട്ടമിടാത്ത ഫോട്ടോ ഇട്ടാലാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുക എന്നാണ്. അതായത് എങ്ങനെ മുസ്ലിം സമൂഹത്തെയും ഒരേ സമയം ഹൈന്ദവ സമൂഹത്തെയും പറ്റിക്കാമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഞാൻ കേൾക്കാനിടയായി. ആ വീഡിയോയിൽ അവർ പറയുന്നത്, എന്റെ സംഘപരിവാർ സഹോദരങ്ങൾ ആരും എന്നോട് അങ്ങനെ ചെയ്യില്ല, BJP-ക്കാരും സംഘപരിവാറുകാരും എന്നോട് അങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ പൊതുരംഗത്ത് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവരുടെ അന്വേഷണം വന്നാൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവർക്ക് ഉണ്ടാകുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ചില മുസ്ലിം നാമധാരികളായ ചിലർ ഇവരെ ആക്രമിക്കാൻ വരുന്നുണ്ട്. പക്ഷേ എത്ര മൈൽഡായിട്ടാണ്, അവരെ എത്രമാത്രം സെൻസിറ്റീവായി അവരോട് പ്രതികരിക്കാമോ അത്രത്തോളം സെൻസിറ്റീവ്നെസ്സോട് കൂടി തന്നെയാണ് അവരോട് ഇവർ സംസാരിക്കുന്നത് പോലും.
അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലക്ഷ്യം നിങ്ങൾ പോയ BJP-യിൽ നിന്ന് അടിച്ചിറക്കി എന്ന് വരുത്തി തീർക്കുക. ഇന്ന് രാവിലെ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 2 ചെറുപ്പക്കാര് നിന്നുകൊണ്ട് പറയുന്നു, അവര് വെല്ലുവിളിക്കുന്ന ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ പോയതാണോ കുറ്റം, എല്ലാവർക്കും ക്ഷേത്രം ഒരുപോലെയാണ്, ക്ഷേത്രത്തിൽ പോയിക്കൂടെ എന്നൊക്കെ. വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രം. അവിടെ ആചാരങ്ങൾ പുലർത്തുന്നവർക്കാണ് ക്ഷേത്രങ്ങളിലേക്ക് വരാനുള്ള ക്ഷേത്രാചാരങ്ങൾ. ഇനി പുറത്തുനിന്ന് വിശ്വാസമില്ലെങ്കിൽ പോലുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ സമൂഹത്തിലുള്ള വിശ്വാസമുള്ളവർ എവിടേക്ക് എത്തുള്ളൂ. വിശ്വാസമില്ലാത്തവർ ക്ഷേത്രത്തിൽ എത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്കറിയാം, എനിക്ക് അങ്ങനെ എന്റെ സുഹൃത്തുക്കളിൽ ചിലർക്ക് അങ്ങനെ വിശ്വാസമില്ലാത്തവർ ക്ഷേത്രത്തിൽ എത്തിയാലും ക്ഷേത്രത്തിലേക്ക് കയറാത്ത ചില ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വിശ്വാസമില്ലാത്ത ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്ക് എത്തില്ല. ക്ഷേത്രത്തിന്റേതായ ആചാരങ്ങളുണ്ട്. ഈ സ്ത്രീ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണോ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്ന് എങ്ങനെ അറിയാം? ശബരിമലയിലടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. ഇവർ വൃത്തിയും ശുചിത്വവും പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനുള്ള പ്രത്യേകിച്ച് മെഷറുകളൊന്നും ക്ഷേത്രത്തിലല്ലല്ലോ. ഇവരുടെ അവിടുത്തെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംശയം എനിക്കുണ്ട്. ആ സംശയം മാത്രമല്ല, ചില സൂചനകൾ എനിക്കുണ്ട്. ആ സൂചനകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ധന്യെ, ഇത്രയധികം സോഷ്യൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇവരിലൂടെ നടപ്പാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമുക്കറിയാം, സമൂഹത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി വന്നിട്ടുള്ള സ്ത്രീകളെ അറിയാം. അത് സോളാർ തട്ടിപ്പുകാരിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും ഒക്കെ അവർ വളരെ പാവങ്ങളുടെ മട്ടു നടിച്ചുകൊണ്ടും വളരെ സിമ്പിളായി സംസാരിച്ചുകൊണ്ടും മറ്റുള്ള മനുഷ്യരുടെ നമുക്കൊരു സംശയവും തോന്നാത്ത രീതിയിലാണ് ഇത്തരക്കാരെ പല ആൾക്കാരും ഇതിനകത്ത് ഇങ്ങനെ തട്ടിപ്പുകാരെല്ലാം നടക്കുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് 9ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ഇത്രയേറെ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടുമ്പോഴും അവരുടെ പിന്നിൽ അവരും അവരുടെ 2 മക്കളും ഉള്ളെങ്കിൽ ഒരിക്കലും ഈ സ്ത്രീക്ക് ഇങ്ങനെ വെല്ലുവിളിക്കാൻ ഹിന്ദു സമൂഹത്തെ ഇപ്പോഴും അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ പല രീതി നോക്കി. ആദ്യത്തെ ദിവസം കരഞ്ഞു നോക്കി, കരച്ചിലിൽ ഹൈന്ദവ സമൂഹം വീഴുന്നില്ല എന്ന് മനസ്സിലായി. അടുത്തത് പ്രതിരോധം തീർക്കലാണ്. ആ പ്രതിരോധം തീർക്കലിന്റെ ഭാഗമായി പല ഓൺലൈൻകാരെ കൊണ്ടും വാർത്ത ചെയ്യിപ്പിച്ചു നോക്കി. അതുപോലെ തന്നെ ചില യൂട്യൂബ് ബ്ലോഗേഴ്സ്, ആ ബ്ലോഗേഴ്സ് ഒക്കെ വന്ന ഇവരെ മോശക്കാരാക്കി, അല്ലെങ്കിൽ ഇവരോട് ഉപദേശ രൂപത്തിലും തൊട്ടും തലോടിയും ഒക്കെ ചില വീഡിയോകളൊക്കെ ചെയ്തു നോക്കി. അതിൽ ഹൈന്ദവ വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ചിലത് കാണാനിടയായി. അപ്പോ അതിനുശേഷം അടുത്ത അടവാണ് മുസ്ലിംസ് എല്ലാം കൂടി, അതായത് ഇസ്ലാം മതവിശ്വാസികൾ എല്ലാം കൂടി തന്നെ അങ്ങ് ആക്രമിക്കുന്നു വരുത്തി തീർക്കാൻ ഇവർ ഫേസ്ബുക്കിലടക്കം എല്ലാ ദിവസവും ആരുടെയെങ്കിലും മുസ്ലിം വിഭാഗത്തിലുള്ള ഒരാളുടെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? 9ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക് ഞാൻ തന്നോട് ചോദിക്കട്ടെ, സംഘപരിവാർ എന്നും സംഘപരിവാർ സംഘടനകൾ ഏതാണ്, RSS ഏതാണ്, BJP ഏതാണ്, ഏതൊക്കെയാണ് സംഘപരിവാർ സംഘടനകൾ, ഇങ്ങനത്തെ വിഷയങ്ങൾ, അതായത് രാഷ്ട്രീയം കൃത്യമായി പറയുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജാതീയമായി ബന്ധപ്പെട്ടും ഒക്കെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണത് കഴിയുക? കൃത്യമായ ഒരു ട്രെയിനിങ് ഇല്ലാതെ, ഏതെങ്കിലും ഒരു കോഡിൽ നിന്ന് കൃത്യമായ ട്രെയിനിങ് ഇല്ലാതെ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആരോപണം, ഇവരുടെ ഭർത്താവ്, ഇവരുടെ കൂടെയുള്ള ആ ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളായി നിൽക്കുന്ന ചുറ്റുവട്ടത്ത് നിൽക്കുന്ന എല്ലാവരും വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ കേസില്ലാത്ത ഒരാൾ പോലും ഉണ്ടോ എന്ന് സംശയമുണ്ട്. എനിക്കറിയാം, എന്നോട് സംസാരിച്ചാൽ, ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, എന്നോട് സംസാരിക്കാൻ വന്ന പല ആൾക്കാരും പോപ്പുലർ ഫ്രണ്ടും SDPIയും ഒക്കെയായി പകൽ രാത്രിയിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയും പകൽ മറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചിലരാണ് എന്നോട് സംസാരിക്കാൻ വന്നത്. അവർ എന്നോട് സംസാരിച്ചതിന്റെ ഫോൺ നമ്പറും സ്ക്രീൻഷോട്ടും അടക്കമുള്ള അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും അതിന്റെ സ്ക്രീൻ റൊട്ടേഷൻ എടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ അവർ വിചാരിച്ചത് അവരിത് ഡിലീറ്റ് ചെയ്താൽ എന്റെ മെസ്സഞ്ചറിൽ നിന്ന് അതങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് അന്വേഷണം പോകുമെന്ന് മനസ്സിലായപ്പോൾ ആ ഫോൺ ഓഫ് ആയിട്ടുണ്ട്. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ഇന്നലെ അവർ ഒരു പരിപാടിയിലും പങ്കെടുത്തു. ആ പരിപാടിയുമായി ബന്ധപ്പെട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇവരുടെ കെണിയിൽപ്പെട്ടുപോയ ചിലർക്ക് ഇവരെ രക്ഷിക്കാതെ തരമില്ല. കാരണം ചില സമൂഹത്തിലെ ഉന്നതന്മാർ ഇവരുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. ആ കെണിയിലുള്ളവർ ഇവർക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊതുവെ മുമ്പോട്ട് വരുന്നില്ലെങ്കിലും, ജനസമൂഹത്തിനിടയിലേക്ക് വരുന്നില്ലെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ തരമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സ്ത്രീയുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു കോണിൽ നിന്നുള്ള സഹായം ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പലരും പല കോണുകളിൽ ഈ വിഷയത്തെ അറിയാതെ ലൈറ്റാക്കി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ കൃഷ്ണഭക്തിയാണെങ്കിൽ ക്ഷേത്രത്തിൽ വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്.
ഗുരുവായൂരിലെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ്. അവിടേക്ക് വരേണ്ട ഒരു ആവശ്യം അവർക്കില്ല. ഇന്നും പറയുന്നു അവരെ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോലെ ഹിന്ദു സമൂഹം അവരുടെ കൈവെട്ടിയിട്ടില്ല, അവരെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവർ പറയട്ടെ. ഞാൻ അവരോട് പറയുന്നു, ശ്രീലാപ്പിള്ള പറയുന്നത് കള്ളമാണ്. ഞാൻ ഇങ്ങനത്തെ കേസുകൾ കൊടുത്തിട്ടില്ല, ഞാൻ ഇത്തരത്തിൽ സെറ്റിൽമെന്റ് നടത്തിയിട്ടില്ല, എനിക്ക് ഇത്തരത്തിലുള്ള ആരുമായി ബന്ധമില്ല എന്ന് അവർ പറയട്ടെ. തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വെല്ലുവിളിക്കല്ലേ? ഞാൻ പലവട്ടം ഈ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു വിഷയത്തിന്, ഞാൻ ചോദിക്കുന്ന ഒരു വിഷയത്തിന് അവർ ഉത്തരം പറയില്ല. ഏതെങ്കിലും എന്റർടൈൻമെന്റ് ചാനലുകാരുടെ മുന്നിൽ പോയിരുന്ന് രണ്ടുപേരും എലി പുന്നല് കണ്ട പോലെ രണ്ടുപേരും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞും തമാശ പറയാനും മാത്രമേ ഇതുവരെയുള്ള എല്ലാ ഇന്റർവ്യൂകളിലും, അത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ മാത്രമേ വന്നിട്ടുള്ളൂ. കൃത്യമായി അവരെ പിടിച്ചിരുത്തി ചോദിച്ചാൽ അവരുടെ ആ കൃത്യമായ കപടത പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരക്കാരുടെ മുന്നിലേക്ക് അവർ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വിഷയത്തെ ഹൈന്ദവർ ഇവരെ എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഹൈന്ദവരും ക്ഷേത്രവിശ്വാസികളും ആരെങ്കിലും ഇവരെ എതിർത്തിട്ടുണ്ടെങ്കിൽ, ഹൈന്ദവർ മൊത്തമെന്ന് ഞാൻ പറയുന്നില്ല, എതിർക്കാത്തവരും ഉണ്ടാവും, പക്ഷെ ഇവരാരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അടക്കമുള്ളവർ എതിർക്കുന്നത് ഒരു സംഘടനയുടെയും ബലത്തിലല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ അവരെ എതിർക്കുന്നത് ഒരു വിശ്വാസി എന്ന നിലയിലാണ്. എന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ ഒരു മതവിശ്വാസത്തിനെയും ഒരു മതവിഭാഗത്തിനെയും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എന്റെ മതവിശ്വാസത്തെ മറ്റൊരാൾ വ്രണപ്പെടുത്താനും എനിക്ക് അതിനെ നോക്കിയിരിക്കാൻ കഴിയില്ല. എന്റെ ക്ഷേത്രങ്ങളുടെ സുരക്ഷ അടക്കമുള്ളവ പ്രശ്നത്തിലാവുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തിരിച്ചറിവ് ഏതെങ്കിലും ഘട്ടത്തിനുണ്ടായാൽ ആ സമയത്ത് തീർച്ചയായും ഇറങ്ങിയിരിക്കും. അത്തരത്തിലുള്ള പ്രവൃത്തികളുമായി ഇനി അവർ ആ ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ അപ്പോ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മാർഗങ്ങളിലേക്ക് പോകും. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവരുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുപോലെ അവരുടെ കൈവെട്ടിയിട്ടില്ല. അവരെ വീട്ടിൽ കയറി രഞ്ജിത്ത് ശ്രീനിവാസന്റെ കഴുത്ത് വെട്ടിയതുപോലെ രഞ്ജിത്ത് ശ്രീനിവാസനെ ഇല്ലാതാക്കിയതുപോലെ ഇല്ലാതാക്കിയിട്ടില്ല. അതുപോലെ തന്നെ പാലക്കാട് സഞ്ജിത്തിനെ കൊന്ന പോലെ കൊന്നിട്ടില്ല, വിശാലിനെ കൊന്ന പോലെ കൊന്നിട്ടില്ല. ഇതൊന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അവരോട് ആകെ പറഞ്ഞത് ക്ഷേത്രാചാരങ്ങൾ പാലിക്കാനും മര്യാദയില്ലാതെയും ആയതുകൊണ്ട് നിങ്ങൾ കാണിച്ച തോന്നിവാസങ്ങൾ കൊണ്ട്, ക്ഷേത്രനടയിൽ നിങ്ങൾ കാണിച്ച തോന്നിവാസം കൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തണ്ട എന്ന് മാത്രമാണ്. കൃഷ്ണചിത്രം വരയ്ക്കുന്നതിനോ കൃഷ്ണചിത്രം വിൽക്കുന്നതിനോ കൃഷ്ണചിത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയെങ്കിലും ഒരു സ്റ്റാൾ ഇട്ടുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു കടയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് വഴിയോ എന്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ഷേത്രാചാരങ്ങളെ മലിനസപ്പെടുത്താനും ക്ഷേത്രത്തിലെ പ്രശ്നം ഉണ്ടാക്കാനുമായി ക്ഷേത്രത്തിലേക്ക് വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ എത്തി അവിടുത്തെ വിഗ്രഹവും അവിടുത്തെ എന്താ ധന്യ ഉറപ്പ് ഇവർ വിഗ്രഹത്തിന്റെ ചിത്രം എടുക്കുന്നത് അവിടുത്തെ സാഹചര്യം അറിയാനല്ല എന്ന്. എന്താണ് ഇവർ സിനിമാ നടിയാണോ ക്ഷേത്രത്തിൽ മറ്റാരെങ്കിലും വീഡിയോ എടുക്കാൻ? അവരുടെ കൂടെ തന്നെ പോകുന്ന ആൾക്കാരാണ് വീഡിയോയുമായി പോകുന്നത്. ആ വീഡിയോ കണ്ടാൽ അറിയില്ലേ, ആ വീഡിയോ എല്ലാം താഴ്ന്നാണ്, ഈ ലോ ആംഗിളിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഒരിക്കലും ഡയറക്റ്റ് എടുക്കുന്ന വീഡിയോകളല്ല. ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഒന്നും അറിയാത്ത പോലെ എടുക്കുന്ന വീഡിയോസ് ആണെന്ന് ആ വീഡിയോകൾ കാണുന്നവർക്ക് വ്യക്തമാകും. ഡയറക്റ്റ് വീഡിയോകളല്ല അവർ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എടുക്കുന്നത്. അത് മനസ്സിലാവാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സ്ത്രീകൾക്ക് കുശുമ്പാണ്, കുന്നായ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ലോ ക്ലാസ്, തേർഡ് ക്ലാസ് ആൾക്കാർക്ക്, അത്ര തേർഡ് ക്ലാസ് ആൾക്കാർക്ക് മറുപടി പറയാനില്ല. ഞാൻ പറഞ്ഞത് കൃത്യതയോടുകൂടിയാണ്. ഞാനിത് കോടതിയിലും അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഉറപ്പുണ്ട്. ഞാൻ ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ സാധാരണഗതി നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ അത് പാവം കുട്ടിയല്ല, ഒരു സ്ത്രീയാണ്. 35 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ഇത്രയധികം കപട നാട്യങ്ങളുമായി വരുമ്പോൾ ഇവിടുത്തെ പുരുഷന്മാർ, കുറച്ച് പുരുഷന്മാരാണ് ഇപ്പോഴും അവർക്ക് സപ്പോർട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പെട്ടുപോയ പുരുഷന്മാരായിരിക്കും. പക്ഷെ എങ്കിലും ഈ കപട നാട്യക്കാരിയെ തിരിച്ചറിയാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെ പുരുഷന്മാർക്കുള്ളത്. ഇപ്പൊ പല പുരുഷന്മാരും പെട്ടില്ലേ, ഇപ്പൊ പല പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പൊ നിവിൻ പോളി അറിയാത്ത കഥയാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ചില സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. ആ സ്ത്രീകളെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അവരുടെ ഇന്റൻഷൻ ക്ലിയർ അല്ല. അവർക്കൊരു ചിത്രം വരയ്ക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ചിത്രം വിൽപ്പന നടത്തുക മാത്രമല്ല, അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ഒരു സുഹൃത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ എനിക്കുണ്ട്. അതെല്ലാം കൃത്യമായി തെളിയാനുള്ള കാര്യങ്ങൾ അയാളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പല ഹിന്ദു നെയിമുകളിൽ ഇവരുടെ കയ്യിൽ ഒരുപാട് ഐഡികളുണ്ട്. പലതും ഇപ്പൊ നമ്മളിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ വന്നിട്ട് 4 ഫോട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട്, പണം അയച്ചിട്ടുണ്ട് എന്നാണ് അതിന് മറുപടി. പറ്റി ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർ പറയില്ല. പിന്നെ ചിലർ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് വരും. ആ കുട്ടിയല്ലേ, പാവമല്ലേ, ജീവിച്ചു പോട്ടെ. അതെല്ലാം ഹിന്ദു നെയിമുകളിലുള്ള ഐഡികളിൽ നിന്നാണ്. ഇതൊന്നും അല്ലാത്ത ഐഡികളിൽ നിന്നല്ല.
അത്തരത്തിലുള്ള ഐഡികൾ ഇനിയിപ്പോ അത് തിരിച്ച് ഇസ്ലാം മതത്തിലുള്ള ഐഡികൾ ഉണ്ടാക്കുമായിരിക്കും. ഏതായാലും നിരവധി ഐഡികൾ ഇത്തരത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2-3 എണ്ണം ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ ഡീറ്റെയിൽസ് എടുത്ത ശേഷം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത്തരത്തിൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഒരുമാതിരി തീവ്ര സ്വഭാവത്തോടെ ഇവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ മെസ്സഞ്ചറിലും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ഒരു മെസ്സേജ് ഇട്ടിട്ട് അവരവരുടെ പാട്ടിന് പോകണേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പിന്നിൽ ഒന്നുമില്ല എന്ന്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് നമ്മുടെ ഫേസ്ബുക്കിലും നമ്മൾ വാർത്ത എവിടെയൊക്കെ കാണുന്നു, ഏത് പ്രൊഫൈലിൽ പോയാലും അവിടെയൊക്കെ പോയി അവിടെ എല്ലാം ചെന്ന് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ട് പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അതിനായി ഒരു ടീമുണ്ട്, അതിന്റെ പിറകിൽ ഒരു ടീമുണ്ട്. ഇവർക്ക് വേണ്ടി മെസ്സേജ് ഉണ്ടാക്കാനും ഇവർക്ക് വേണ്ടി ഇവരെ സംരക്ഷിക്കാനും ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും കൃത്യമായ ഒരു ടീമുണ്ട്. അതായത് ഐഡികൾ എനിക്കറിയാം, അത്തരത്തിലുള്ള ചില ഐഡികൾ, ഒരു 10ഓളം ഐഡികൾ അത്തരത്തിലുണ്ട്. ആ ഐഡികൾ എല്ലാ സ്ഥലത്തും പരതി നടക്കുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവർക്ക് ജോലിയൊന്നുമില്ലേ? ഇയാൾ ഒരു അധ്യാപകനാണോ? ഈ പറയപ്പെടുന്ന ആൾ ഒരു അധ്യാപകനാണെന്നാണ് പറയുന്ന ഒരു പാരലൽ കോളേജാണ്, പാരലൽ കോളേജ് പോലൊരു സംവിധാനത്തിലാണ്. പക്ഷെ അയാൾ ഒരു അധ്യാപകനാണ്. ഈ അധ്യാപകന് ജോലിയൊന്നുമില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണോ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഗ്യാങ് ആണ് ഇത് ചെയ്യുന്നത്. ഇവരെല്ലാം കറക്ക് കമ്പനിയാണ്. ഇവരുടെ കൂടെയുള്ള സ്ത്രീകൾ അടക്കമുള്ളവർ കറക്ക്, ആ സ്ത്രീ അടക്കമുള്ളവർ, അവരുടെ മകൻ അടക്കമുള്ളവർ, ഇത്തരത്തിലുള്ള പല ആൾക്കാരും ഇവരുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും പല കേസുകളിലും പെട്ടവരാണ്. ചിലർ പറയും സാരമില്ല, ഇത്രയും കാലം അവർ ചെയ്തോട്ടെ, ഇപ്പോൾ അവർ നന്നായി ജീവിക്കാൻ തുടങ്ങിയെന്ന്. ഒരു വ്യക്തി ചെറുപ്പത്തിലെ ക്രിമിനലായി ജനിച്ചാൽ എപ്പോഴാണ് അവർക്ക് ക്രിമിനലിസം മാറ്റിവെക്കാൻ തോന്നുക? ഏതാണ്ട് 14 വയസ്സിൽ അച്ഛനുമായി ചേർന്ന്, അച്ഛനാണെന്ന് തോന്നുന്നു ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തത്, അച്ഛനുമായി ചേർന്ന് കള്ളക്കേസ് കൊടുത്ത് തുടങ്ങിയതാണ് ഈ സ്ത്രീ. അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് കുറെ പൊട്ടത്തരമേ ഉള്ളൂ. ചിലർ പറയുന്നതാണ് അവർക്ക് കുറെ പൊട്ടത്തരം. ആ പൊട്ടത്തരം ഹിന്ദുവിനെ പറ്റിക്കാനുള്ള അവരുടെ അടവാണെന്ന് ഞാൻ പറയും. അവർ കേസ് കൊടുത്തിട്ടുള്ള പുരുഷന്മാരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ പേടിയാണ് ഈ സ്ത്രീയെ. കാരണം അവർ ഇങ്ങനെ ഭയത്തോടെയാണ് ഒരു സ്ത്രീയെ പുരുഷന്മാർ ഇത്രയധികം ഭയത്തോടെ കാണുന്നുവെങ്കിൽ ആ സ്ത്രീ ആരായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബോധ്യമാണ് ഇവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടത്. അതായത് ഈ സ്ത്രീ നിരവധി കേസുകളിൽ കൊടുത്തിട്ടുള്ള ആൾക്കാരോട് സെറ്റിൽ ചെയ്തതിന്റെ അടക്കമുള്ള വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്. ആവശ്യമെങ്കിൽ അതൊരു വ്യക്തിയുടെ സ്വകാര്യത ആയതുകൊണ്ട് മാത്രം ഞാൻ അത് പുറത്തുവിടാത്തതാണ്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് അവരുടെ വോയിസിൽ തന്നെ എന്റെ കയ്യിൽ അവർ തന്നെ സുരക്ഷിതമായി തന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവർക്ക് കൈമാറും. കാരണം ഇവർ ആരോടൊക്കെയാണ് പൈസ ചോദിച്ചിട്ടുള്ളത്, ആരോടൊക്കെയാണ് പൈസ വാങ്ങിയിട്ടുള്ളത്, ഒക്കെയാണ് കോംപ്രമൈസ് നടത്തിയിട്ടുള്ളത്, കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ അതൊരു സ്വകാര്യ വിഷയമായതുകൊണ്ട്, സ്വകാര്യ വിഷയം എന്ന് പറയാൻ പറ്റില്ല, ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എങ്കിൽ പോലും അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന പേഴ്സണൽ വിഷയമായതുകൊണ്ട് മാത്രം ആ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇവരുടെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരുടെ തീവ്രവാദ ബന്ധത്തിലേക്കുള്ള ചില സൂചനകൾ പോലും തീർച്ചയായും ആ വിഷയത്തിലുള്ള അന്വേഷിച്ച് തന്നെ ഞാൻ അതുമായി കൂടുതൽ വിവരങ്ങൾ കൈമാറുകയും ആ വിവരങ്ങൾ അന്വേഷണ ഏജൻസികളെ അറിയിക്കുകയും കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ കൈമാറുന്നതായിരിക്കും. ഇവരെ ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി തന്നെ ഇവരുടെ ഇന്റൻഷൻ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. കാരണം അത് ഇനി വരുന്ന ജനങ്ങൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ സൂക്ഷിക്കുന്ന മെസ്സേജ് നൽകാൻ കൂടിയാണ് ഞാൻ ഇതിനു വേണ്ടി തുനിയുന്നത്. തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാനായി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് എങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.